സിനിമയിൽ മുകേഷ് സ്ഥാനാർത്ഥിയുടെ വേഷം പലതരം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ വേഷം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റോള് ചെയ്യുമ്പോൾ ഇതുപോലെ ജീവിതത്തിലൊരു സ്ഥാനാർത്ഥിയാവുമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, വിചാരിച്ചിട്ടുണ്ടോ? അല്ല, ഒരിക്കലും ഞാൻ സ്ഥാനാർത്ഥിയാവുമെന്നേ വിചാരിച്ചിട്ടില്ല. കാര്യം എനിക്ക് വേറൊരു ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം കാഴ്ചയ്ക്കപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്തോ ഒരു പഞ്ചായത്തിലെ ഒരു ഇലക്ഷനാണ്. ഞാൻ സ്ഥാനാർത്ഥിയാണ്, എല്ലാവരെയും കാണുന്നു, പിന്നെ കൊച്ചുങ്ങളെയൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഈ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയക്കാരനല്ല. കൊച്ചുങ്ങളൊക്കെ എടുത്തിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്ന് കൈ കഴുകുന്നു. അപ്പോൾ അതിനകത്തുള്ള കോമഡിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു. ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനെ നമ്മൾ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, സ്ഥാനാർത്ഥിയാണ് ഞാൻ, ഈ കഞ്ചാവ് വിൽപ്പന ഇവിടെ നടക്കത്തില്ല. അങ്ങനെ അയാൾ ഒരുപാട് ജീവിക്കാൻ വേണ്ടി കഞ്ചാവ് വിൽക്കാൻ ഇവിടെ ചെറുപ്പക്കാരുടെ ജീവിതം തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇയാളുമായിട്ട് വഴക്കിട്ടിട്ട് ഇയാളെ പോലീസ് പിടിപ്പിക്കും. അപ്പം എല്ലാവരും പറഞ്ഞു അത് നന്നായി, ഒരു ഇമ്പാക്റ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യം. പിന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം ഓരോട്ടിനാണ് തോറ്റത്. അപ്പം കൂടെ നിൽക്കുന്നവർ പറഞ്ഞു ആ കഞ്ചാവുകാരനെ വിട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ജയിച്ചേനെ. ക്രൂഷ്യൽ പോയിന്റാണ്. അപ്പം എല്ലാവരും പറഞ്ഞു നീയല്ലേ വലിയ വാശി കാണിച്ചത്, അയാളന്ന് വിട്ടിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ടും അയാളെ നമുക്ക് വോട്ട് ചെയ്ത് തന്നെയായിരുന്നു. അപ്പം ഞാൻ പറയും തോറ്റെങ്കിലും ഞാൻ ചെയ്തത് തന്നെയാണ് ശരി എന്ന് ഉള്ള ഒരു നിഗമനത്തിലെത്തുന്നു. പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം രാത്രിയിൽ ദിലീപ് എന്നെ ഫോൺ ചെയ്തു. നമ്മുടെ സിനിമാ നടൻ ദിലീപ്, കൂടെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ചേട്ടാ ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിൽക്കുകയാണ്, ചേട്ടാ ഒരു അത്ഭുതം ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? തമിഴ്നാട്ടിൽ ചേട്ടനെ പോലെ ഒരാൾ, ചേട്ടൻ തന്നെ ഇവിടെ വലിയ കട്ടൗട്ടറൊക്കെയാണ്, ഏതോ ഇലക്ഷന് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നതാണ്. മുകേഷേട്ടനെ കണക്കുണ്ടല്ലോ. ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അന്ന് മൊബൈൽ ഫോൺ ഇല്ല, ശരിക്കും പറഞ്ഞു. ഞങ്ങൾ ലാപ്ടോപ്പിനകത്ത് എടുത്തു, വരുമ്പം കൊണ്ടുവരാം. പക്ഷെ ചേട്ടാ ഞങ്ങൾ വീടെല്ലാം കണ്ടുപിടിച്ച അയാളുടെ കുറച്ച് ഉള്ളോട്ടാന്നാണ് പറയുന്നത്. ചേട്ടൻ ഒന്ന് പൊള്ളാച്ചി വരെ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അയാളുടെ വീട്ടിലൊന്ന് പോവാം. ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ കൈയൊക്കെ എങ്ങനെ ചേട്ടാ കറക്റ്റാവുന്നു, ഫേസ് ചിലപ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. അങ്ങനെ രാത്രി ഒരു 2:30-3 മണിയായി. വെളുപ്പാങ്കാലത്തുമ്പോൾ ഒരു ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ലോകത്ത് ഒരാളെപ്പോലെ 7 പേരോ 10 പേരോ ഒക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. ഈ അടുത്ത സമയത്ത് ഐന്താം പടൈ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം ഞാൻ അഭിനയിച്ചു. പൊള്ളാച്ചി മാർക്കറ്റിനകത്തായിരുന്നു ഷൂട്ടിങ്. ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് അടിയിൽ തമിഴ് ഇതൊക്കെ വെച്ചിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നതൊക്കെ. ആണോ ഞങ്ങൾ? അപ്പോൾ അങ്ങനെ ഒരു ഇലക്ഷൻ ഒരു സംഭവം. അത് പക്ഷേ ഞാൻ ജയിക്കുന്നതായിട്ടാണ്. പിന്നെ ഒരിക്കലും ഞാൻ ഇലക്ഷന് ഇത് കണക്ക് നിൽക്കുമെന്നോ വിജയിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല.